മിക്ക പുരുഷന്മാരും സ്ത്രീകൾ 30 സെക്കൻഡിനുള്ളിൽ മറക്കുന്ന ദുർബലമായ അഭിനന്ദനങ്ങൾ നൽകുന്നു. എന്നാൽ ശരിയായ 3 വാക്കുകൾ പറഞ്ഞാൽ അവൾ കിടക്കയിൽ കിടന്ന് നിങ്ങളുടെ വാക്കുകൾ വീണ്ടും ആവർത്തിക്കും, നിങ്ങളെ സങ്കൽപ്പിക്കുകയും നിങ്ങളെ ആഗ്രഹിക്കുകയും നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമാണെന്ന് സങ്കൽപ്പിക്കുകയും ചെയ്യും. ഇവ ചീഞ്ഞ വരികളല്ല, പിന്തുടരാതെ ശ്രദ്ധയാകർഷിക്കുന്ന സ്റ്റോയിക്, വൈകാരികമായി അടിത്തറയുള്ള പുരുഷന്മാർ ഉപയോഗിക്കുന്ന മാനസിക പ്രേരകങ്ങളാണിവ. ഭാഗം 1. മിക്ക അഭിനന്ദനങ്ങളും നിങ്ങളെ ദുർബലരായി കാണിക്കുന്നത് എന്തുകൊണ്ട്? കഠിനമായ സത്യത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. മിക്ക പുരുഷന്മാരും സ്ത്രീകളെ ഒരു കുറവിൽ നിന്ന് അഭിനന്ദിക്കുന്നു. അവർ പറയുന്നത്, നീ വളരെ സുന്ദരിയാണ്, നീ അത്ഭുതകരമാണ്, നീ തികഞ്ഞവനാണ്. നന്നായി തോന്നുന്നു അല്ലേ? തെറ്റാണ്. ഈ അഭിനന്ദനങ്ങൾ പൊതുവായതും നിരാശാജനകവുമാണ്. ഏറ്റവും മോശം, അവർ അവളെ നിങ്ങൾക്ക് മുകളിൽ നിർത്തുന്നു. നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് നിങ്ങളൊരു സ്ത്രീയെ ഉയർത്തിക്കാട്ടുമ്പോൾ അവൾ പുഞ്ചിരിച്ചേക്കാം. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും വെളിപ്പെടുത്തിയതിനാൽ ആഴത്തിൽ അവൾക്കല്പം ആകർഷണം നഷ്ടപ്പെടും. നിങ്ങൾ അവളെ നേടാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ അംഗീകാരം തേടുകയാണ്. അത് പുരുഷത്വമല്ല, അത് സ്തംഭനമല്ല, തീർച്ചയായും വശീകരിക്കുന്നതുമല്ല. ഒരു സ്ത്രീ ഒരു ദേവതയെപ്പോലെ പ്രശംസിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു, കാണപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. അവൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ സമ്മാനമാണെന്ന് തോന്നാനും നിങ്ങളുടെ ശ്രദ്ധ നേടാനുമാണ്. മസ്കാര ധരിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും സൗജന്യമായി നൽകാനുമല്ല. സ്റ്റോയിക് പവർ ടിപ്പ്. മാർക്കസ് ഔരേലിയസ് ഒരിക്കലും മനസ്സിലാക്കാൻ യാചിച്ചില്ല. അദ്ദേഹം നിരീക്ഷിച്ചു. അദ്ദേഹം കുറച്ച് സംസാരിച്ചു, പക്ഷെ കൂടുതൽ ഭാരത്തോടെ. അഭിനന്ദനം ഒരു തന്ത്രമല്ല, പ്രതിഫലമായി തോന്നുന്ന പുരുഷനാവുക. പ്രായോഗിക ഉപദേശം. നിങ്ങൾ എന്തെങ്കിലും അഭിനന്ദനം നൽകുന്നതിന് മുമ്പ് സ്വയം ചോദിക്കുക, ഞാനിത് നൽകുന്നത് ഞാൻ അവളെ അഭിനന്ദിക്കുന്നതുകൊണ്ടാണോ അതോ അവൾ എന്നെ ഇഷ്ടപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണോ? ഒരു ഉത്തരം മാത്രമേ നിങ്ങളെ ആകർഷകമായി നിലനിർത്തുന്നുള്ളൂ. ഭാഗം 2. അഭിനന്ദനം നമ്പർ 1. നിങ്ങളുടെ കണ്ണുകളിൽ എന്തോ ഇരുണ്ട നിറമുണ്ട്, എനിക്കിതിഷ്ടമാണ്. ഇത് അവളുടെ മേക്കപ്പിനെക്കുറിച്ചല്ല. ഇത് പറയുന്നതിലൂടെ നിങ്ങൾ അവളെ പ്രശംസിക്കുകയല്ല, നിങ്ങൾ അവളെ വായിക്കുകയാണ്. നിങ്ങൾ അവളുടെ ആന്തരിക ലോകത്തോട് സംസാരിക്കുന്നു, അവളുടെ രൂപഭാവത്തോട് മാത്രമല്ല. എന്തുകൊണ്ടിത് പ്രവർത്തിക്കുന്നു? കാരണം അത് അപ്രതീക്ഷിതമാണ്. അത് ആഴത്തെ സൂചിപ്പിക്കുന്നു. അത് ശക്തിയെ മാറ്റുന്നു. ഇപ്പോൾ അവളിൽ നിങ്ങൾ എന്താണ് കാണുന്നതെന്ന് അവൾ അത്ഭുതപ്പെടുന്നു. അവളെ ജിജ്ഞാസുക്കളാക്കുന്ന തരത്തിലുള്ള വരിയാണിത്. അവൾ തനിച്ചായിരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ അവളെ പ്രേരിപ്പിക്കുന്നു. കാരണം അത് അവളെ അഭിനന്ദിക്കുക മാത്രമല്ല, അവളുടെ ഭാവനയിൽ ഒരു വിത്ത് നടുകയും ചെയ്യുന്നു. ഭാവനയാണ് ആഗ്രഹത്തിലേക്കുള്ള കവാടം. സ്റ്റോയിക് ഉൾക്കാഴ്ച. ഒരു സ്റ്റോയിക് പുരുഷൻ കൃത്യതയോടെ സംസാരിക്കുന്നു. പലപ്പോഴുമല്ല, വളരെ വൈകാരികമല്ല, പക്ഷേ അയാൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ മുഖസ്തുതിക്ക് ഒരിക്കലും കഴിയാത്തത്ര ആഴത്തിൽ മുറിയുന്നു. പ്രായോഗിക ഉപയോഗം. താഴ്ന്നതും ശാന്തവുമായ ശബ്ദത്തിൽ അത് പറയുക. അവളുടെ കണ്ണുകളിലേക്ക് നോക്കുക, അത് പറയുക. പിന്നെ നിശബ്ദത പാലിക്കുക. അവൾ നിഗൂഢതയോടെ ഇരിക്കട്ടെ. ഭാഗം 3. 2 നമ്പർ അഭിനന്ദനം. നിങ്ങൾക്ക് അപകടകാരിയായി തോന്നുന്നു. അവരുടെ ശക്തി അറിയുന്ന സ്ത്രീകളെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഈ ഒന്ന് കാന്തികമാണ്, കാരണം അത് അവളുടെ സ്ത്രീലിംഗ നിഴലിനെ ആകർഷിക്കുന്നു. മിക്ക സ്ത്രീകളും അവരുടെ വശീകരണ സ്വഭാവം സാമൂഹിക മുഖമൂടികൾക്ക് പിന്നിൽ മറയ്ക്കുന്നു. എന്നാൽ വിധിയില്ലാതെ നിങ്ങളത് അംഗീകരിക്കുമ്പോൾ നിങ്ങൾ അവളെ സ്വതന്ത്രയാക്കുന്നു. നിങ്ങൾ അവളുടെ രൂപത്തെ പ്രശംസിക്കുകയല്ല, അവളുടെ കണ്ണുകൾക്ക് പിന്നിലെ വന്യവും അവബോധനാത്മകവുമായ ഇന്ദ്രിയശക്തി നിങ്ങൾ കാണുന്നുവെന്ന് നിങ്ങൾ അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങളുടെ ചുറ്റും പൂർണ്ണമായും സ്ത്രീലിംഗമായിരിക്കാൻ നിങ്ങൾ അവൾക്ക് അനുമതി നൽകുകയാണ്. ഇതാ രഹസ്യം. അവളുടെ ഊർജത്തെ ഭയപ്പെടാത്ത ഒരു പുരുഷൻ സ്ത്രീത്വം കാണാൻ ആഗ്രഹിക്കുന്നു. ഈ അഭിനന്ദനം അവളെ ശക്തയാണെന്ന് തോന്നിപ്പിക്കുന്നു, പക്ഷേ നിങ്ങളെക്കാൾ ഉയർന്നതല്ല. അത് അവളോട് പറയുന്നു, നീ അപകടകാരിയാണ്, പക്ഷേ എനിക്ക് ഭയമില്ല. വാസ്തവത്തിൽ എനിക്കത് ഇഷ്ടമാണ്. അത് തിരക്കഥയെ മറിച്ചിടുന്നു. ഇപ്പോൾ അവൾ ആകർഷിക്കാൻ ശ്രമിക്കുന്ന ആളായി നിങ്ങൾ മാറുന്നു. സ്റ്റോയിക് ഉൾക്കാഴ്ച. യഥാർത്ഥ പുരുഷത്വം സ്ത്രീകളെ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചല്ല, ഉപഭോഗം ചെയ്യാതെ ഊർജം ഉൾക്കൊള്ളുന്നതിനെക്കുറിച്ചാണ്. അവളുടെ കുഴപ്പങ്ങൾക്ക് നിങ്ങൾക്കിടം നൽകാൻ കഴിയുമെന്ന് ഈ അഭിനന്ദനം കാണിക്കുന്നു. പ്രായോഗിക ഉപയോഗം. അവൾ നിങ്ങളെ കളിയാക്കുമ്പോഴോ കളിക്കുമ്പോഴോ വെല്ലുവിളിക്കുമ്പോഴോ ഇതുപയോഗിക്കുക. ഇത് അവളുടെ തീയെ ആകർഷണീയതയാക്കി മാറ്റുന്നു. ഭാഗം 4. നമ്പർ 3. നിങ്ങൾക്ക് ചുറ്റും സുരക്ഷിതത്വം തോന്നുന്നു അല്ലേ? ഒരു ചോദ്യമല്ല, ഒരു പ്രസ്താവന പോലെ പറയുക. ഇത് സൂക്ഷ്മമാണ്, പക്ഷേ വിനാശകരമായി ഫലപ്രദമാണ്. മിക്ക പുരുഷന്മാരും അവർ സുരക്ഷിതരാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നു. സ്റ്റോയിക് പുരുഷൻ അത് അനുമാനിക്കുന്നു. അവനത് പ്രൊജക്റ്റ് ചെയ്യുന്നു. ഈ വരി അടുപ്പം സൃഷ്ടിക്കുന്നു. വൈകാരികമായ അടിയൊഴുക്കിലേക്ക് നിങ്ങൾ ട്യൂൺ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഇത് അവളോട് പറയുന്നു.
അതെന്തുകൊണ്ട് പ്രവർത്തിക്കുന്നു? ഇത് നിങ്ങളെ സംവാദത്തിന്റെ നേതാവായി പുനർനിർമ്മിക്കുന്നു. ശ്രമിക്കാതെ തന്നെ വിശ്വാസം വളർത്തുന്നു. അത് അവൾക്കൊരു വൈകാരിക നങ്കൂരം നൽകുന്നു. സുരക്ഷയാണ് കീഴടങ്ങാനുള്ള വാതിൽ. ഒരു സ്ത്രീ വൈകാരികമായി അവകാശപ്പെടുന്ന ഒരു പുരുഷന് മാത്രമേ കീഴടങ്ങൂ. നിങ്ങൾ അംഗീകാരം ചോദിക്കുന്നില്ല. നിങ്ങൾ അവളിൽ ചെലുത്തുന്ന സ്വാധീനം നിങ്ങൾക്കിതിനകം തന്നെ അറിയാമെന്ന് നിങ്ങൾ അവളെ കാണിക്കുന്നു. ഉപസംഹാരം: ഒരു സ്റ്റോയിക് ആൽഫയെപ്പോലെ അഭിനന്ദിക്കുക. ക്ലീഷകൾ മറക്കുക. നിങ്ങൾ വളരെ അസംഭവമാണെന്ന് മറക്കുക. അവൾ നിങ്ങളെക്കുറിച്ച് ഭാവനയിൽ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, രാത്രിയിൽ അവളുടെ മനസ്സ് നിങ്ങളുടെ വാക്കുകൾ വീണ്ടും ആവർത്തിക്കണമെങ്കിൽ, ഒരാൺകുട്ടിയെപ്പോലെ അവളെ അഭിനന്ദിക്കുന്നത് നിർത്തുക. ശാന്തതയിൽ നിന്ന്, സാന്നിധ്യത്തിൽ നിന്ന്, വൈകാരിക നേതൃത്വത്തിൽ നിന്ന് ഒരു പുരുഷനെപ്പോലെ സംസാരിക്കുക. ഈ 3 അഭിനന്ദനങ്ങൾ വരികളല്ല, അവ ഫ്രെയിമുകളാണ്. അവൾക്ക് അവഗണിക്കാൻ കഴിയാത്ത ഉയർന്ന മൂല്യമുള്ള അടിസ്ഥാനപരമായ സ്റ്റോയിക് പുരുഷശക്തിയായി നിങ്ങളെ സ്ഥാപിക്കുന്ന ഫ്രെയിമുകൾ. ഇനി ദുർബലമായ അഭിനന്ദനങ്ങളില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് യഥാർത്ഥ മാനസിക ഗെയിം നൽകിയെങ്കിൽ അതിഷ്ടപ്പെടും. വൈകാരിക പ്രാവീണ്യം, പുരുഷ ഊർജം, സ്റ്റോയിക് സാന്നിധ്യത്തോടുകൂടിയ വശീകരണത്തെക്കുറിച്ച് ഉള്ളടക്കത്തിനായി MT Think ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാക്കുകളും ഫ്രെയിംവർക്കും മെച്ചപ്പെടുത്താൻ ആവശ്യമുള്ള ഒരാളുമായി ഇത് പങ്കുവയ്ക്കുക.